എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് കിട്ടുന്നത്. അതിനെന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക്കായിട്ടൊന്നും ഇല്ല. പിന്നെ എൻ്റെ കാലൊക്കെ വലിയ കോളേജിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റെതായിട്ട് ടൈമും എക്സാംസൊക്കെ അടുത്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കേട്ടോ. അല്ലാതെ ആരും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് വിഷമം വന്നിട്ടോ ഒന്നുമല്ല. അതിന് അത് പറയാം. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങാതെ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് അധികം ഒരുങ്ങാൻ താല്പര്യം ഉണ്ടാകാറില്ല. സോ അതുകൊണ്ടാണ് കേട്ടോ ഒരുങ്ങാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഇല്ല ഒരുങ്ങാതെ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയിട്ട് തന്നെയാണ്. അപ്പം ഫേസൊക്കെ ഒന്ന് കഴുകി അപ്പം ഞാൻ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വീട്ടിൽ സ്റ്റുഡിയോയിലൊക്കെ കയറിയാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് വന്ന എടുത്ത വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് പോയി എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി താമസിച്ചാണ് പോകുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനൊക്കെ ഉള്ള രീതിയിലായിരുന്നു. പക്ഷേ ഒത്തിരി ലേറ്റായി. സോ അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് 3 മണിക്കാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ അടൂരുള്ള ചിക്കടയിൽ പോയിരുന്നു. ഞാൻ പഴഞ്ഞനും ബാക്കിയുള്ളവർ ചടിച്ചോടുമാണ് കഴിച്ചത് കേട്ടോ. ഈ പഴഞ്ഞന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ പഴഞ്ഞനൊക്കെ കഴിക്കുന്നത്. സോ ഭയങ്കര സൂപ്പർ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോൾ എനിക്കെന്തോ തോന്നിയില്ല വീഡിയോസൊന്നും എടുക്കാൻ. നല്ല രസം എൻജോയ് ചെയ്ത് പോയിട്ട് വന്നു. ഇപ്പോഴാണ് കേട്ടോ ഒന്നാം ലേശം ഭയങ്കര കുറച്ച് ലേറ്റായി. നമ്മളൊരു ഉച്ചയ്ക്ക് 1 മണിക്ക് ഇറങ്ങിയെങ്കിലും നമ്മളിവിടെ തിരിച്ചെത്തിയപ്പോൾ ഏകദേശം ഒരു 8 മണി ഒക്കെ ആയി. സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് രാത്രി നൈറ്റ്. സോ അതുകൊണ്ട് അപ്പോഴാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും പോയി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ സുഡിയിൽ കയറി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സുഡിയിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സും പിന്നെ ഓൾറെഡി ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഡ്രസ്സ് പർച്ചേസിങ് വെച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ അങ്ങനെ ഡ്രസ്സസൊന്നും അങ്ങനെ വാങ്ങാറില്ലായിരുന്നു കൂടുതലും. എനിക്ക് പ്രത്യേകിച്ച് ഞാനായിട്ട് പോയി എടുക്കത്തില്ല. പിന്നെ കൂടുതൽ അമ്മയും ചേട്ടനൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ പോയി എടുത്തു തരുമായിരുന്നു. അപ്പം ഞാനായിട്ട് പോയി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോയി അമ്മയും ചേട്ടനും അമ്മയും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പോയി എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ കൂടുതൽ എടുത്തത് കേട്ടോ. പിന്നെ ഞങ്ങളിന്ന് ഞാൻ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോയുടെ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ട്. അപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കുറേ പേരുടെ ഉമ്മ ചേച്ചിയുടെ വീഡിയോസ് അതിൽ കുറേ പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ ഇതുപോലെ ഷീറ്റ് മാസ്കിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇടുന്നത്. സോ അപ്പോൾ ഞാൻ ഞാനായിട്ട് വിചാരിച്ചല്ലോ കേട്ടോ. അമ്മ 2 ഷീറ്റ് മാസ്ക് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം എനിക്ക് ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൂടെ ഇത് ഷെയർ ചെയ്യാൻ വെച്ചു. ഇപ്പോഴും വീഡിയോസൊന്നും കാണത്തില്ല. കാരണം പറഞ്ഞ എക്സാംസാണ് വരുന്നത്. സോ അതുകൊണ്ട് വീഡിയോസൊക്കെ ഷോർട്ടായിട്ട് എടുത്തുള്ളൂ. എനിക്ക് ജൂൺ 9 എക്സാം സ്റ്റാർട്ട് ചെയ്യും. സോ അതുകൊണ്ട് ജൂൺ 16 വരെ നിങ്ങൾക്ക് വീഡിയോസൊന്നും ചിലപ്പോൾ കാണത്തില്ല. പഠിത്തം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതങ്ങനെ ആ രീതിയിൽ പോകും. ഒരു പക്ഷേ ഈ വീഡിയോയിൽ പിന്നെ വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ചിലപ്പോൾ വേറെ വീഡിയോ വരിക. ഓക്കെ, ഞാനിന്ന് വാങ്ങി. ഇതാണ് കേട്ടോ സ്റ്റുഡിയോയുടെ വൈറ്റമിൻ സി. തിരിച്ചാണ് ക്യാമറയിൽ തിരിഞ്ഞ് വരുന്നു. വൈറ്റമിൻ സി ഗ്ലോ ഷീറ്റ് മാസ്കാണ് വാങ്ങിച്ചത്. ഇത് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈവൺ ഔട്ട് സ്കിൻ ടോണും അതുപോലെ നല്ലൊരു ഹെൽത്തി ഗ്ലോ അല്ലെ ഹൈഡ്രേഷൻ ബൂസ്റ്റപ്പ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇതിൽ നമ്മുടെ മെയിൻലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളിതെങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം നമ്മുടെ ഫേസ്. ഇപ്പം ഞാൻ ഫേസൊക്കെ നല്ല വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. സോ എല്ലാ ഓർണമെൻറ്റ്സും കാര്യങ്ങൾക്കും അതുകൊണ്ട് മാറ്റി വെച്ചേക്കണം കേട്ടോ. എന്താണ് ഞാൻ ഓർണമെൻറ്റ്സും ഇല്ലാതെ ഒരുങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ വിചാരിക്കുന്നത്. നമ്മൾ ഇങ്ങനൊരു വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് ആദ്യം ക്ലെൻസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഷീറ്റ് മാസ്ക് പൊട്ടിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഏകദേശം ഇവർ പറയുന്നത് അനുസരിച്ച് 15 to 20 മിനിറ്റ്സ് ആണ്. നമുക്ക് 30 മിനിറ്റ്സ് വെക്കുന്നതും പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും റിസൾട്ട് നോക്കി 5 മിനിറ്റ് പൊളിച്ചെന്ന് പറഞ്ഞാൽ സംഭവിക്കും. ഷീറ്റ് മാസ്കിൽ എന്തായാലും നോക്കാം. എന്തായാലും 30 മിനിറ്റ്സ് വെക്കും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഈ സെറം വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിൽ ഏകദേശം 20 ml ഓഫ് സെറം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊരു ഗുഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും മെയിൻലി പറയുകയാണെങ്കിൽ. അപ്പം ഇതിൽ ഏകദേശം ഒരു 20 ml സെറം ഉണ്ട്. അതുപോലെ ഇതിന് പ്രൈസ് എന്ന് പറഞ്ഞാൽ 50 റുപ്പീസാണ്. 49 റുപ്പീസ്. ഒരുപാട് GST കാരണം കൊണ്ട് കുറച്ച് എങ്ങാണ്ടാകും. സോ അതുകൊണ്ട് 49 റുപ്പീസാണ് നമ്മുടെ ഈ ഷീറ്റ് മാസ്കിന് വരുന്നത്. നമുക്ക് പ്രൈസ് കാണാൻ ഞാൻ കള്ളം പറയാം. ഓക്കെ, 49 ഇതിൽ കാണാൻ പറ്റും കേട്ടോ. 49 റുപ്പീസാണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്കതിനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഷീറ്റ് മാസ്ക് ഞാൻ അങ്ങനെ ഷീറ്റ് മാസ്ക് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ജെയിൻ ഒരാൾക്ക് റിപ്ലൈ ഞാൻ പ്രതീക്ഷിക്കാം.
ഓക്കെ. പിന്നെ ഇതിൽ ഒരു പ്രിപ്പറേഷൻസ് പറയുന്നത് ഇത് നമ്മളൊരു കൂളായിട്ടുള്ള പ്ലേസിൽ വേണം വെക്കാനായിട്ട്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പാക്കിൽ ഒരെണ്ണേ കാണത്തുള്ളൂ. സോ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇത് വെക്കുമ്പോൾ ഇതിപ്പം നിങ്ങൾ പൊട്ടിച്ചില്ല, ഇത് കുറച്ച് ദിവസം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ല കൂളായിട്ടുള്ള പ്ലേസിൽ വേണം വെക്കാൻ. മാക്സിമം ഒരു ഫ്രിഡ്ജിൽ സൈഡിലൊക്കെ വെക്കാൻ ശ്രമിക്കാം. ഡയറക്റ്റ് എക്സ്പോഷേഴ്സ് ആണ് മാറ്റണം. പിന്നെ കണ്ണിൻ്റെ ഭാഗത്തോട്ട് പോകാൻ പാടില്ല. കണ്ണിൻ്റെ അകത്ത് എവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ പോയി കഴുകി കളയാമെന്നാണ് പറയുന്നത്. അതുപോലെ കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റാം. ഇതൊക്കെ ഇവർ പ്രിപ്പറേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിത് പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കത്തില്ല, കാരണം ചിലർ അറിയാം അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും. സോറി, ഞാൻ പൊട്ടിക്കുന്ന വീഡിയോ കാണിക്കാം, പക്ഷേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കാണിക്കുന്നത്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ടും അതുപോലെ ആഫ്റ്റർ വീഡിയോ ആയിരിക്കും കാണുന്നത് കേട്ടോ. ഇത് അപ്ലൈ ചെയ്തു, ഇനിയും കുറച്ചൊക്കെ കണ്ടെത്തില്ല കേട്ടോ. 50 to 30 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ കാണിക്കാം. അപ്പോൾ ഞാൻ ഫേസിന് 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞ് എടുത്തു. ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പം എക്സ്ട്രാ ആയിട്ടുള്ള സെറം നമ്മൾ നന്നായിട്ട് സ്ക്രബല്ല മസാജ് ചെയ്ത് ഫേസിൽ തന്നെ പിടിക്കും. കാരണം വൈറ്റമിൻ ഡി ആണ്. ഇത് മോസ്റ്റ്ലി സെയിലാണെന്ന് തോന്നുന്നു സുഡിയോയിൽ. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ചേച്ചി 4-5 എണ്ണം ഒരുമിച്ച് എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ 2 എണ്ണം എടുത്തുള്ളൂ. ഫസ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ സൂപ്പറായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. നല്ലൊരു ബ്രൈറ്റിംഗ് എഫക്റ്റും ഗ്ലോയിങ് എഫക്റ്റും. അതുപോലെ എനിക്ക് അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇത് ഫിൽറ്റർ ഇടാതാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലോയിങ് എഫക്റ്റും വൈറ്റനിങ് എഫക്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫേസിൽ പിമ്പിൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെങ്ങനെയെങ്കിലും മാറ്റണം. ഇതൊക്കെ പിമ്പിൾസ് വന്ന് പൂവിൻ്റെ പാടുകളാണോ അല്ലോ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്കമിങ് വീഡിയോസിൽ അതോടെ കാണും കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഈ ഒരു ടൈം കൂടി നോക്കുന്നില്ല. ഈ ഒരു എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ടാറ്റാ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ വൈറ്റമിൻ ഡി ഗ്ലോയിങ് ഫേസ് മാസ്ക് വാങ്ങിക്കാം. സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് 49 rupees. ഓക്കെ, ബൈ.